ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ദാവീദിന്റെ ഇടയസഞ്ചിയിലെ 5 ആത്മീക ആയുധങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 4 ആത്മീക ആയുധങ്ങൾ ഇതിനോടകം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് 5-ാമത്തെ ആത്മീക ആയുധമായ വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഏലാ താഴ്വരയിൽ ഗത്യനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ശൗൽ രാജാവ് ദാവീദിന് അനുവാദം കൊടുക്കുന്നു. തുടർന്ന് ശൗൽ രാജാവ് ദാവീദിനെ തന്റെ പടയങ്കി ധരിപ്പിക്കുന്നു, താമ്രശിരസ്ത്രവും കവചവും ധരിപ്പിക്കുന്നു, പടയങ്കി മേല് വാൾ കെട്ടിക്കൊടുക്കുന്നു. എന്നാൽ ദാവീദിന് ഇതൊന്നും തന്നെ ശീലമില്ലായിരുന്നു. ദാവീദ് ശൗൽ രാജാവിനോട് പറയുകയാണ്, ഈ ലോകത്തിൻ്റെതായ ഈ കവചങ്ങളൊന്നും തന്നെ, ഈ ആയുധങ്ങളൊന്നും തന്നെ എനിക്ക് ശീലമില്ല. എന്നാൽ ദാവീദിന്റെ ഇടയസഞ്ചിയില് 5 ആത്മീക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ 5 ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുവാനാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. ഈ ആയുധങ്ങളുമായിട്ട് ദാവീദ് ഗത്യനായ ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് തീരെ ബാലനും കോമള രൂപിയും പവിഴ നിറമുള്ളവനുമായ ദാവീദിനെ കണ്ടിട്ട് ശത്രു പരിഹസിക്കുകയാണ്. നീ വാ, ഇന്ന് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞാൻ ആഹാരമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗോലിയാത്ത് ദാവീദിനെ പരിഹസിക്കുന്നു. എന്നാൽ ദാവീദിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു യുദ്ധം യഹോവയ്ക്കുള്ളത്. ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ യുദ്ധമുണ്ടായപ്പോഴെല്ലാം യഹോവയായ ദൈവം കൂടെ ഇരുന്നതും അവർ യുദ്ധം ജയിച്ചതും ന്യായപ്രമാണം വായിച്ച് ദാവീദ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം നന്നായി പഠിച്ച ദാവീദിന് വിശ്വാസമുണ്ടായിരുന്നു, ജീവനുള്ള ദൈവം തന്നെ ഈ യുദ്ധത്തിൽ ജയിപ്പിക്കും. അതുകൊണ്ട് തന്നെ ദാവീദ് പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളത്, തീർച്ചയായും ദൈവം ഈ ഫെലിസ്ത്യനെ തന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനോട് പറയുകയാണ്, നീ കുന്തവും വേലുമായിട്ട് എന്റെ നേരെ വരുന്നു, എന്നാൽ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ നിന്നെ നേരിടുവാനായിട്ട് വരുന്നു. ഇത് പറഞ്ഞിട്ട് ദാവീദ് തന്റെ ഇടയസഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് മർമ്മം നോക്കി അടിക്കുകയാണ്. ശത്രുവിന്റെ നെറ്റിയിൽ ഈ കല്ല് കൊള്ളുന്നു. ശത്രു വീണ് മരിക്കുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് ദാവീദ് ശത്രുവിന്റെ തല വെട്ടിയെടുത്ത് യെരൂശലേമിലേക്ക് ജയാളിയായിട്ട് നടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ശത്രുവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വേരോടെ പിഴുതെടുത്ത് എറിഞ്ഞു കളയണം. ഇവിടെ ദാവീദ് ശത്രുവിന്റെ തല വെട്ടിയെടുത്ത് യെരൂശലേമിലേക്ക് നടക്കുന്നു. ദാവീദിനെ കുറിച്ചുള്ള ചർച്ച രാജകൊട്ടാരത്തിൽ പോലും ഉണ്ടാകുന്നതായിട്ട് വചനം പഠിക്കും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഗത്യനായ ഗോലിയാത്തിന്റെ മേല് ദാവീദിന് ജയം നേടുവാനായിട്ട് സാധിച്ചത്? അവൻ ദൈവത്തോടു കൂടെ നടന്ന് 5 ആത്മീക ആയുധങ്ങള് മൂർച്ച കൂട്ടി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് തക്ക സമയത്ത് ഏത് ആയുധം ഉപയോഗിക്കണമെന്നും എങ്ങനെ ശത്രുവിനെ അടിച്ചു വീഴ്ത്തണമെന്നും അവന് അറിയാമായിരുന്നു. ശത്രുവിനെ വേരോടുകൂടെ പിഴുതെറിയുവാനായിട്ട് ദാവീദിന് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ 5 ആത്മീക ആയുധങ്ങൾ മിനുസപ്പെടുത്തി മൂർച്ച കൂട്ടി ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതം വിജയകരമായി നയിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.